ഇപ്പൊ ഹൊഞ്ചയാണ് നേരെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഇനി തൊട്ട് ഇവളെ കാണാൻ അവൻ ആഗ്രഹമുണ്ടെന്ന് പറയും. അത് കേട്ട് അവള് പെട്ടെന്ന് അതിന് റീസൺ എന്താന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇവനും പേടിച്ചിട്ട് റീസണിന്റെ ഷർട്ട് ഞാൻ നിനക്കൊന്നും ഓർമ്മയില്ല, അതെനിക്ക് തിരിച്ചു വേണം എന്നതിന് അവനും റീസൺ പറയുമ്പോൾ അവന്മാർക്കാണ് ചിരി വരും. അതിനുശേഷം അന്ന് തന്നെ ഇവന്റെ ഷർട്ട് അവൾ വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കുമ്പോഴാണ് ഇനിയും നമ്മൾ തമ്മിൽ കാണാൻ വേറെ റീസൺ ഇല്ലെന്ന് പറഞ്ഞ് അവള് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. പക്ഷെ പിന്നീടാണ് ഡിപ്പാർട്ട്മെന്റിലെ ലീഡർ എല്ലാരും വിളിച്ചു വരുത്തുമ്പോൾ വീണ്ടും ഇവർ തമ്മിൽ കണ്ടുമുട്ടും. അങ്ങനെ ലീഡറിന്റെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അവസാനം ഇവരൊരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അവിടെ വെച്ച് ഹൊഞ്ചയെ കണ്ട് ബാക്കി പെമ്പിള്ളാരൊക്കെ ഇവൻ കുറെ മത്സരത്തിയൊക്കെ വിജയിച്ച് അവാർഡൊക്കെ വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവനെ കുറിച്ച് പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവിടെ ഹൊഞ്ചയെ കുറച്ച് ഉയരത്തി പൊങ്ങിയിരിക്കുമ്പോൾ പെട്ടെന്ന് ബൻഹിയാണ് മണ്ടന്മാരുടെ രാജാവ് എന്ന് പറയും. ഇത് കേട്ട് എല്ലാരും കൂടെ ഷോക്കായി അവളെ നോക്കുമ്പോൾ ഇവളാണ് ഇവനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞ ഈ മീറ്റ് ഉദ്ദേശിച്ച് പറഞ്ഞാന്ന് പറഞ്ഞ് അവൾ ഹൊഞ്ചയിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവെല്ലാം കൂടെ തിരിച്ച് വീട്ടിലെ ചെല്ലുമ്പോഴാണ് ബൻഹിക്കാണ് തിരിച്ചോളെ ടാക്സി കിട്ടത്തില്ല. അപ്പനാണ് അവൾക്ക് കൂട്ടിന് അവൻ അവിടെ കൂടെ തന്നെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഫാസ്റ്റ് വണ്ടി വരുന്നുണ്ട്. ഇവൾ ഇടിക്കുമെന്ന് പേടിച്ചിട്ട് അവളെ പിടിച്ച് അടുപ്പിക്കും. പക്ഷെ അതേ സമയത്തായിരിക്കും അവിടുത്തെ ചെളിവെള്ളമൊക്കെ ആ കാർ വന്ന് ഇവരുടെ ദേഹത്ത് അടിച്ചിട്ട് വന്നത്. അതുകൊണ്ട് അവളാണ് തെറ്റിയിരിക്കും ഇവന്റെ ദേഹം അഴുക്കായിരിക്കാൻ വേണ്ടിയാ ഇവളെ പിടിച്ച് നിർത്തിയെന്ന്. അതുകൊണ്ട് അവള് ദേഷ്യത്തെ അവനെ നോക്കുമ്പോഴാണ് ഇവനും ഭാഗ്യത്തിന് എനിക്കൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് അവളെ നോക്കി ചിരിക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഹൊഞ്ചയുടെ കൂട്ടുകാരനാണ് അവന്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചൊരു സ്കൂട്ടറായിട്ട് വരുമ്പം ഇത് കണ്ട് ഹൊഞ്ചയും ഇതെന്തോടെ കളിപ്പാട്ടം പറഞ്ഞ് അവൻ അതിനെ കളിയാക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവന്റെ കൂട്ടുകാരനും കളിയാ ഇത് കളിപ്പാട്ടമൊന്നുമില്ല, ഇതിന്റെ പേര് സ്പാർക്കിൾ, മര്യാദയ്ക്ക് വണ്ടി കയറി ഞാൻ നിനക്ക് റൈഡ് തരാം ഏതിനെ കൂട്ടുകാരനും വിളിക്കുമ്പോൾ ഇവനാണ് പേടിച്ചിട്ട് എനിക്ക് ജീവൻ വേണമെന്ന് പറഞ്ഞ് അവിടെ നടന്നു പോകും. അതിനേശം ഇവിടെ ബൻഹിയും ജീവനും കൂടെ പടം വരച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവനാണ് മറ്റേ ആർട്ടിസ്റ്റ് ആണോ ഇവള് പറഞ്ഞ റാങ്കും ചോദിക്കുന്നത്. അപ്പോഴാണ് അവളും അവൾക്കത് ഓർത്തിട്ട് ഇപ്പോഴും സ്വപ്നമായിട്ട് തോന്നുന്നു പറയുമ്പോൾ പെട്ടെന്ന് ഇവനാണ് അസൂയപ്പെട്ടിട്ട് ഇവൾക്ക് പടം വരയ്ക്കണേ അവൻ അവിടെ ചെന്നിരിക്കാന്ന് പറഞ്ഞ് അവൻ എല്ലാവർക്കും പോസ് ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് വരച്ചു കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ട് പോകുമ്പോഴാണ് മറ്റേ റാങ്കാണ് ഇവളെ കാണാൻ വേണ്ടി അവിടേക്ക് വരും. അപ്പോഴാണ് അവളും ഇവൻ ഇവിടെ എന്തോന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവനാണ് ചുമ്മാ പോകുന്ന വഴിക്ക് ഇവളൊന്ന് കണ്ടിട്ട് പോകാൻ വന്നേന്ന് പറയും. അപ്പോഴാണ് അവളും ഇവനോട് എന്തോ ചോദിക്കാൻ വരുന്ന പോലെ അവന് തോന്നുന്നുണ്ട് ഇവളുടെ മനസ്സ് എന്തുണ്ടെങ്കിലും ആ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളും ഇവരുടെ കോളേജിൽ ഇവൻ ഇന്റർവ്യൂ എടുക്കാൻ തയ്യാറാണെന്ന് ചോദിക്കും. കാരണം ഇവൻ ഇതുവരെ ഇന്റർവ്യൂ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഇവർ ലീഡർ ക്ലബ്ബ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിന് ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്, അത് ഇവനാകാൻ പറ്റുമെന്ന അവളിപ്പോ ചോദിക്കുന്നത്. ഒരു ശിവന് താല്പര്യമില്ല കുഴപ്പമില്ലെന്ന് പറയുമ്പോഴാണ് അവനാണ് സന്തോഷത്തി നീ വിളിക്കുന്നുണ്ട് ഞാൻ വരാന്ന് അവൾക്ക് സമ്മതം കൊടുക്കും. അതുകൊണ്ട് അവള് മൊത്തം ഷൈ ആയിരിക്കും. ഇതേ സമയം കൂട്ടുകാർ എങ്ങനെയൊക്കെ ഫോഴ്സ് ചെയ്ത് ഹൊഞ്ച വിളിച്ചിട്ട് റൈഡിന് പോകുമ്പോഴാണ് ഹൊഞ്ചയാണ് നാണം കെട്ടിട്ട് എടാ നാറി ഇതാണോടെ സ്പീഡ്, കൊച്ചുള്ളവരെ പോലെ നമ്മൾ പൊട്ടിക്കുമല്ലേ എന്നിന് അവരുണ്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവനാണ് അവിടെ വെച്ച് ബൻഹിയും മറ്റേ റാങ്ങുമായിട്ട് സംസാരിക്കുന്നതാണ്. അതിനുശേഷം അന്ന് രാത്രി ബൻഹിയും അവൾ ഗ്രൂപ്പിനകത്ത് മറ്റേ ആർട്ടിസ്റ്റ് വരാന്നുള്ള കാര്യം പറയുമ്പോൾ അവരെല്ലാരും കൂടെ ഷോക്കായിരിക്കും. ഇതേ സമയം ഇവൾ സന്തോഷിച്ചിരിക്കുന്നുണ്ട്, ജീവനും മനസ്സിലാക്കും അപ്പൊ അവ ഇന്റർവ്യൂക്ക് വരാൻ സമ്മതിച്ചെന്ന്. അങ്ങനെ അതിനർത്ഥം അവന് മിക്കവാറും ഇവളൊരു ഇഷ്ടമുണ്ടെന്ന് പറയുമ്പോൾ ഇതേക്കുന്ന ബൻഹിയും അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, ഞാൻ അവന്റെ കട്ട ഫാൻ ആയതുകൊണ്ട് ചിലപ്പോൾ അവൻ സമ്മതിച്ചായിരിക്കും ഇവൾ അറിയും. അതിനുശേഷം അടുത്ത ദിവസം ജീവനും അവന്റെ അനിയത്തിയുടെ ബർത്ത്ഡേക്ക് ഒരു ക്യാമറ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഇവളെ വിളിച്ചോണ്ട് കടയിലേക്ക് ചെല്ലുമ്പോൾ അവളാണ് കാണാൻ കൊള്ളുന്ന ക്യാമറ വാങ്ങിക്കുന്നത് നല്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ഹൊഞ്ചയാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയെന്ന് ജീവനെ നോക്കി പറയും. അപ്പോഴാണ് അവിടെ നിന്ന് ഒരാളാണ് ഇവരുടെ പെർസ് തറയിൽ വീണ് നടക്കാന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കാൻ വരുമ്പോൾ പെട്ടെന്ന് ഇവന്മാർ രണ്ടുപേരും കൂടെ അത് വാങ്ങിക്കാൻ നോക്കും. അപ്പോഴാണ് അയാളും ചിരിച്ചിട്ട് സോറി യങ് മാൻ ഇത് ഈ പയ്യന്റെ എന്നിട്ട് ആ പെർസ് എടുത്ത് ജീവന്റെ കൊടുത്തിട്ട് പോകും. അതോടെ ഹൊഞ്ച മൊത്തം നാണം കെട്ടി നിൽക്കുമ്പോഴാണ് അവരെല്ലാം അതും പറഞ്ഞ് അവനെ കളിയാക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഹൊഞ്ച അവന്റെ കൂട്ടാനും കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവന്റെ കൂട്ടാനും നിന്റെ പേഴ്സിന്റെ പോലെ ഉള്ളതുകൊണ്ട് അത് വാങ്ങിക്കാൻ നോക്കിയെന്ന് ഇവൻ ചുമ്മാ കളിയാക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ജീവനും അവന്റെ അനിയത്തിക്ക് ആ ബർത്ത്ഡേ ഗിഫ്റ്റ് പ്രസന്റ് ചെയ്യുമ്പോഴാണ് അവളാണ് ആ ക്യാമറ കണ്ട് ഒത്തിരി ഇഷ്ടപ്പെടും. പക്ഷെ ഇവൻ ഇങ്ങനെ വാങ്ങിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾക്ക് സംശയം വരുമ്പം അവന് ഗിഫ്റ്റ് സെലക്ട് ചെയ്യാൻ കൂടെ ബൻഹി വിളിച്ചോണ്ടായെന്ന് പറയും. അതുകൊണ്ട് അവളും അപ്പൊ ഇവർ തമ്മിൽ ഭയങ്കര ക്ലോസ് ആയെന്ന് പറഞ്ഞിട്ട് അവളുടെ ചേട്ടനായിട്ട് കളിയായിക്കൊണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഹൊഞ്ച അവന്റെ കൂട്ടാനായിട്ട് ഇവർക്ക് ഒഫീഷ്യലായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി റൂം നോക്കാൻ പോകും. അങ്ങനെ അവന്മാർ ആ റൂം വാടകയ്ക്ക് എടുക്കുമ്പോഴാണ് അതിന്റെ തൊട്ടടുത്ത റൂമിലുള്ള മറ്റേ റാങ്ങാണ് ഇവരെ കണ്ട് പരിചയപ്പെടും. പക്ഷെ അതേസമയം ഹൊഞ്ചയ്ക്ക് ഇവനെ കണ്ട് ദേഷ്യം വരുത്തിയുള്ളൂ, കാരണം ബൻഹി ഇവന്റെ പുറകെ പോകുന്നുണ്ട്. അപ്പോഴാണ് ഇവന്റെ അമ്മയാണ് ഇവന്റെ മെസ്സേജ് അയച്ച് ഇന്ന് രാത്രി 7 മണിക്ക് ഇവര് മീറ്റ് ചെയ്യാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അന്ന് രാത്രി അവന് ഇഷ്ടമില്ലാതെ അവന്റെ അമ്മയെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് ഇവന്റെ അമ്മയാണ് ഇവനെ കുറിച്ച് കുറെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നോക്കും. കാരണം ഇവർ തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് ഓക്കെ അല്ലെന്നാ തോന്നുന്നത്. അപ്പോഴാണ് അവന്റെ അമ്മയും അവിടെ ഒന്ന് സ്റ്റാഫിനോടൊക്കെ ബേബി എന്നൊക്കെ സംസാരിക്കുമ്പോൾ ഇവന് പിടികിട്ടി ഇവന്റെ അമ്മ സെറ്റാക്കിയ പുതിയ ബോയ് ഫ്രണ്ട് ആണെന്ന്. അതുകൊണ്ട് അവനും ദേഷ്യത്തി നിങ്ങളൊരു മകനായിട്ട് സംസാരിക്കാൻ മാത്രം വിളിച്ചെന്നാ ഞാൻ വിചാരിച്ചെന്ന് അവനും കുറച്ച് സങ്കടത്തിൽ പറയുമ്പോൾ
അവന്റെ അമ്മയാണ് ഇവിടെ വരുവാണ് രണ്ടുപേരും കാണാലോ എന്ന് പറഞ്ഞിട്ട് അവര് കൂളായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. പക്ഷെ അവനാണ് ഇതൊട്ടും തന്നെ ഇഷ്ടപ്പെടത്തില്ല. കാരണം ഇവന്റെ അമ്മ ഓരോ സമയത്ത് ഇങ്ങനെ ബോയ് ഫ്രണ്ട് മാറ്റിക്കൊണ്ടേയിരിക്കും. അതിൽ ഇവന്റെ പ്രായത്തിലൊക്കെ ബോയ് ഫ്രണ്ടിനെ സെറ്റ് ആക്കുമ്പോൾ അവനത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് തന്നെ അവനും അവന്റെ അമ്മയോട് സംസാരിക്കാതെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അപ്പനാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഇതിന് മുമ്പ് അമ്മ വിളിച്ചപ്പോ അവരോട് കഴിക്കാനൊക്കെ തീരുമാനിച്ചാണ്. പക്ഷെ അപ്പനാണ് അവന്റെ അമ്മ ഫോൺ വിളിച്ച് അവരിന്ന് ബിസിയാന്ന് പറഞ്ഞ് ഇവരെ നാളെ ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞാണ്. അങ്ങനെ അത് കേട്ട് അവൻ അവന്റെ കൂട്ടാനായിട്ട് പുറത്ത് ഫുഡ് അടിക്കാൻ പോകുമ്പോഴാണ് ഇവന്റെ അമ്മ വേറൊരു ബോയ് ഫ്രണ്ടായിട്ട് ചുറ്റി കറങ്ങുന്ന അവൻ കണ്ടു കാണും. അതുകൊണ്ട് തന്നെ അവന്റെ അമ്മ അവനൊട്ടും ഇഷ്ടപ്പെടാത്ത. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ബൻഹി മറ്റേ റാങ്കിനെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി അവിടേക്ക് ചെല്ലുമ്പോഴാണ് അവന്റെ ഓഫീസിന്റെ തൊട്ടടുത്ത് തന്നെ ഹൊൻജയെ കാണും. അതുകൊണ്ട് അവളാണ് ഷോക്കായിരിക്കുമ്പോൾ അവസാനം ഇവർ ഇന്റർവ്യൂ എടുക്കുന്ന അവന്മാരായിരിക്കും ക്യാമറയും കൊണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. അതിന് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇവരെല്ലാം പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് അവളെ റാങ്ങും ബൻഹിയുടെ കൂടെ ഒരു പെങ്കൊച്ചായിട്ട് റൊമാൻസ് എന്നുണ്ട് ഹൊൻജാൻ അടുത്തേക്ക് ചെന്ന് ഇവന്റെ മൈക്കൂരി തരാൻ വേണ്ടി പറയും. അതേസമയം ഇപ്പൊ റാങ് ആ പെങ്കൊച്ചിനോട് സംസാരിച്ചെല്ലാം അതിനകത്ത് റെക്കോർഡായിരിക്കുക. അതിന് ശിവെല്ലാം കൂടെ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുമ്പോഴാണ് ബൻഹി റാങ്ങിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇവന് ഇന്റർവ്യൂ സമ്മതിച്ചതിന് അവള് താങ്ക്സ് പറയും. അപ്പനാണ് അവനും ഇവൾക്ക് വേണ്ടിയല്ല ചെയ്തെന്ന് പറഞ്ഞ് താങ്ക്സ് ഒന്നും വേണ്ടെന്ന് പറയുമ്പോൾ അവള് ഭയങ്കര സന്തോഷത്തിലാകും. എന്നിട്ട് ഇവർ ഇന്റർവ്യൂവിന് എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ച് റൂമിൽ ചെന്ന് വച്ചോണ്ടിരിക്കുമ്പോഴാണ് ബൻഹി ഹൊൻജെ മാത്രം അവിടെ കാണത്തുള്ളൂ. ബാക്കി എല്ലാവരും ജോലി ചെയ്യാൻ പേടിച്ച് അപ്പം തന്നെ സ്ഥലം വിട്ട് കാണും. അതിനെ ശിവര റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് ആ ഡോറ് സ്ട്രക്കായി പോയ കാര്യം അറിയുന്നത്. അങ്ങനെ അതുകൊണ്ട് അവർ രണ്ടുപേരും ഇവിടെ ആരില്ലെന്ന് പറഞ്ഞ് അവർ ശബ്ദം ഉണ്ടാക്കുമ്പോഴാണ് പുറത്തങ്ങ് ആരും കാണത്തില്ല. അതേപോലെ തന്നെ ഇവിടെ ഒട്ടും റേഞ്ചും ഇല്ല. അങ്ങനെ അവൻ എത്ര ശ്രമിച്ചു നോക്കിയിട്ടും അവനെ കൊണ്ട് ആ ഡോർ ഓപ്പൺ ചെയ്യാനേ പറ്റത്തില്ല. അതുകൊണ്ട് അന്ന് രാത്രി അവർ രണ്ടുപേരും അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ തീരുമാനിക്കും. അപ്പോഴാണ് ഇവനും എന്തേലും കോമഡി എല്ലാം പറയണ്ടെന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കുമ്പോഴാണ് അവളൊരു പ്രേതത്തിന്റെ കോമഡി അറിയട്ടേം ചോദിക്കും. അതോടെ അവനാണ് ചെവി അടച്ചിട്ട് നിന്റെ പ്രേതം എടുത്തോണ്ട് ഓടി എന്നിന് അവന് നാണം കെട്ട് അവസാനം ചമ്മിപ്പോയിരിക്കും. അതിനുശേഷം അവൾക്ക് പെട്ടെന്ന് വയറിളക്കം എടുക്കുമ്പോഴാണ് ഇവനാണ് ഇവള് രാത്രി വീട്ടിൽ പോയിരുന്ന ഇവളുടെ വീട്ടുകാരൊന്നും പറയത്തില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും പ്രോജക്റ്റ് വർക്ക് ഒന്ന് പറഞ്ഞിട്ട് വന്നേന്ന് പറഞ്ഞ് ഇവള് വയറിനെ സഹിക്കാൻ പറ്റാതിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ കാര്യം അവളും അവനോട് പറയും. അപ്പോഴാണ് അവനൊന്നും മനസ്സിലാവാതെ എന്തോ പറ്റി വിശക്കുവാണോ എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് പിന്നീട് മനസ്സിലാവുന്ന ഇവൾക്ക് വിശക്കുമല്ല ഇവൾക്കിപ്പോ ടോയ്ലറ്റിൽ പോണമെന്ന്. അതുകൊണ്ട് അവനാണ് അപ്പൊ തന്നെ ഈ നശിച്ച ഡോർ തുറക്കുന്നില്ലെന്ന് പറഞ്ഞ് ആ വീണ്ടും ചെന്ന് ശ്രമിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവനും അവസാനം അവിടുത്തെ ചുറ്റിലും കൊണ്ട് ആ ഡോർ നശിപ്പിച്ചില്ലാതാക്കുമ്പോഴാണ് ഇവൾക്ക് സ്വർഗത്തിന്റെ വഴി കാണാൻ സാധിക്കും. അതിനുശേഷം ഇവള് ടോയ്ലറ്റൊക്കെ പോയിട്ട് അവനോട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവളിപ്പം നടന്ന കാര്യം വേറെ ആരും അറിയണ്ടെന്ന് പറയും. അപ്പോഴാണ് അവനും കളിയാക്കിക്കൊണ്ട് നമുക്ക് നോക്കാന്ന് പറഞ്ഞ് ഇവനും ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ കൈ മുറിഞ്ഞേക്കോന്ന് പറഞ്ഞ് അവള് ബാൻഡേജ് എടുത്ത് ഒട്ടിച്ചു കൊടുക്കും. അതിനുശേഷം അവനും പതിയവൾക്ക് മറ്റേ റാങ്ങുമായിട്ടൊക്കെ ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവള് ഡേറ്റ് ഒന്നും ചെയ്യുന്നില്ലെന്ന് പറയും. അങ്ങനെ ഇവൻ ചോദിക്കുള്ള കാരണം എന്താന്ന് അവളിപ്പോ ചോദിക്കുമ്പോൾ അവനാണ് ഇവൾ ഉദ്ദേശിക്കുന്ന പോലെ അവൻ കാണുന്ന പോലെ എന്നല്ലെന്ന് പറയും. അവൻ ആള് മൊത്തം ശരിയല്ലെന്ന് ഇവൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അവളാണ് പുച്ചത്തി അവൻ ഇല്ലാത്തപ്പോ അവന്റെ പുറകെ ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നു. എങ്കിൽ പിന്നെ ഈ പറഞ്ഞേക്ക് നിന്നെ കുറിച്ച് എന്നിന് അവളും പറഞ്ഞിട്ട് പോയതോടെ ഇവന് ഞാൻ അങ്ങനെ താളുന്നില്ലെന്ന് പറഞ്ഞ് അവളുടെ പുറകെ ചെല്ലും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ജീവനാണ് കോളേജ് വെച്ച് ബൻഹിയെ കണ്ടുമുട്ടുമ്പോൾ അവൻ ഇന്ന് വൈകിട്ട് മറ്റേ സ്പെഷ്യൽ ഫുഡ് കഴിക്കാൻ വരുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഇവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു പാർട്ടി ചെയ്യാന്ന് പറഞ്ഞ് ഒരു ശിവ ഫ്രീ ആണ് വരാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവന് സന്തോഷത്തി എനിക്കും വരാമെങ്കിൽ ഞാനും വരാന്ന് അവൾക്ക് സമ്മതം കൊടുക്കും. അതിനുശേഷം ഇവര് ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവർക്ക് നോക്കി സ്റ്റാച്ചു ഉണ്ടാക്കുന്ന ഒരു മോഡൽ ഇന്ന് വന്നില്ല. അതുകൊണ്ട് ആ വ്യക്തിക്ക് പല ആരെല്ലാം കാക്കണമെന്ന് ഇവരാലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ കൺമുമ്പിൽ ദൈവമായിട്ട് ഹൊൻജെ വന്നിക്കും. അതിനുശേഷം അവൾ അപ്പൊ തന്നെ ഇവനെ മോഡലായിട്ട് അവിടെ ചെന്ന് ഇരുത്തുമ്പോഴാണ് അവന് എന്നെ വെച്ച് എന്തോ തമാശ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ നോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ജീവനും അവനെ കളിയാക്കിക്കൊണ്ട് ചുമ്മാ ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞ ആർക്കും മോഡലാകാൻ പറ്റത്തില്ലെന്ന് അവന് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഇവനാണ് അസി വന്നിട്ട് ഒരു മോഡലിനോട് വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു. ഞാനിപ്പൊ കാണിച്ചത് എന്റെ പോസ് എന്നിനെ ഹൊൻജയും അവന്റെ ഷർട്ടൊക്കെ പിടിച്ച് മാറ്റിയിട്ട് അവനൊരു പോസ് എടുത്തിരിക്കും. അതിനെ ശിവരെല്ലാം അവനെ നോക്കി വരച്ചോണ്ടിരിക്കുമ്പോഴാണ് ബൻഹിയാണ് പെട്ടെന്ന് അവനെ കണ്ടിട്ട് ഇവന്റെ ഫേസ് സ്ട്രക്ചർ എല്ലാം കറക്റ്റാന്ന് പറഞ്ഞ് അവന് വായി നോക്കാൻ തുടങ്ങും. ഇതേ സമയം അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഇവളെ തന്നെ ആയിരിക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അവളും ഇവൻ ഇന്ന് ഹെൽപ്പ് ചെയ്യുന്ന താങ്ക്സ് പറഞ്ഞ് ഒരു 10 ജ്യൂസ് കൊടുക്കുമ്പോഴാണ് അവന് ഇത്ര ഹെൽപ്പ് ചെയ്തിട്ട് ഒരു 10 ജ്യൂസ് കൊടുത്ത് തന്നെ പറഞ്ഞിടാൻ നോക്കുന്നതെന്ന് ഇവളോട് ചോദിക്കും. അപ്പോഴാണ് പെട്ടെന്ന് മറ്റേ റാങ് ആണ് ബൻഹിയെ ഫോൺ വിളിച്ചിട്ട് ഇവള് നാളെ ഫ്രീ ആണ് അവന്റെ സ്റ്റുഡിയോയിലേക്ക് ഒന്ന് വരാൻ വേണ്ടി പറയും. അങ്ങനെ അവൾ സമ്മതം കൊടുത്തിട്ട് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഇത് കേട്ട് ഇവനാണ് നാളെ സ്റ്റുഡിയോ വെച്ചാണ് കണ്ടുമുട്ടുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും എന്തിന് അവിടെ വന്ന് അവനെ കുറിച്ച് ഇല്ലാതൊക്കെ പറയാനോ, എന്തായാലും ഇന്ന് സാധിച്ചിന് താങ്ക്സ് എന്നിന് അവൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അന്ന് വൈകിട്ട് ജീവന് ബൻഹിയുടെ വീട്ടിലേക്ക് പാർട്ടി ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ അവൻ ഇവർക്കെല്ലാം ഫുഡ് വാങ്ങിച്ചു കൊടുക്കുമ്പോഴാണ് അവരെല്ലാം എല്ലാം പൊളിയാന്ന് അവനെ കുറിച്ച് പൊക്കി പറയും. കൂടാതെ അവളുടെ അച്ഛനമ്മയും കൂടെ വീട്ടിലാത്തോണ്ട് ഇവൻ അധികം ടെൻഷനൊന്നും ആണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ നാളെ മറ്റേ റാങ്ങിനെ സ്റ്റുഡിയോ വെച്ച് കാണുന്ന കാര്യമൊക്കെ ഇവളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേട്ട് അവളുടെ ഫ്രണ്ട്സ് ആണ് എങ്കിൽ പിന്നെ നിന്നെ ചുമ്മാ വിളിച്ചല്ല ഇതൊരു ഡേറ്റ് ആന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കും. ഇതോടെ അവളും അത് സന്തോഷത്തിരിക്കുമ്പോൾ ഇവർ
എല്ലാരും കൂടെ ഒരു പയ്യനായിട്ട് ജീവൻ ഇതിനെങ്ങനെയാ കാണുന്നതെന്ന് ചോദിക്കും. അപ്പനാണ് അവനും നീ നേരിട്ട് പോകുമ്പോ നിനക്കറിയാം അത് ഡേറ്റ് ആണോ അല്ലയോ എന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ചോണ്ടെന്ന് പറയും. അതിനുശേഷം അടുത്ത ദിവസം ബൻഹിയാണ് റാങ്ങിനെ കാണാൻ പോകുന്നുണ്ട് ഇവളുടെ മുടി എങ്ങനെ വെക്കണമെന്ന് ജീവനോട് അഭിപ്രായം ചോദിച്ചോണ്ടിരിക്കും. അതേസമയം ഇവിടെ പുറത്ത് ഇന്നലെ ഹൊൻജയെ നോക്കി വരച്ച പടം അവന്റെ കൂട്ടുകാരനെ കണ്ടിട്ട് ബൻഹിക്ക് ഇവനോട് അട്രാക്ഷൻ ഉള്ളതുകൊണ്ടാ അവൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വരച്ചേക്കുന്നതെന്ന് പറയും. അപ്പോഴാണ് അവനും ചുമ്മാ താളടിക്കാതെ പോടാന്നറിഞ്ഞ് അവനിങ്ങനെ അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പോൾ അവന്റെ കൂട്ടുകാരനും വേറൊരു എക്സാമ്പിൾ ആയിട്ട് ജീവൻ വരച്ച പടം കാണിക്കും. അങ്ങനെ അഫെക്ഷൻ ഇല്ലാത്ത വ്യക്തിയാ ഇത്രയും മോശമായിട്ട് വരച്ചെന്ന് അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ബൻഹിയും അവൾ റാങ്ങിനെ കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി പോകും. അപ്പോഴാണ് ഇത് കണ്ട് ഹൊൻജയും കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത്. അതിനുശേഷം അവന്റെ കൂട്ടുകാരനും ബൻഹിയുടെ ഫ്രണ്ടിന് വായി നോക്കാൻ വേണ്ടി കടയിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവിടെ അവന്റെ സ്കൂട്ടർ കണ്ടിട്ട് എല്ലാവരും ഹൊൻജയായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഇത് എന്റെ അല്ലെന്ന് പറഞ്ഞ് അവൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. അതുകൊണ്ട് അവനും ദേഷ്യത്തി അവന്റെ കൂട്ടുകാരനെ പെട്ടെന്ന് വരാൻ പറയുമ്പോഴാണ് അവനാണ് ഇവൻ പറയുന്നൊന്നും കേൾക്കാതെ ഓ എനിക്കറിയാം ഞാൻ ബിസിയാ, ഇപ്പൊ എന്റെ വർക്കെല്ലാം ചെയ്ത് വെച്ചേക്ക്, ഞാൻ അവിടെ വരുമ്പോൾ നോക്കിക്കോളാം എന്നിട്ട് ഇവന് ബിസി ആയിട്ട് ആക്ട് ചെയ്ത് ഇവളുടെ ഫ്രണ്ട് ഷോ കാണിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഹൊൻജ അവന്റെ കൂട്ടാനായിട്ട് അവന്റെ ഓഫീസിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ബൻഹി മറ്റവന്റെ സ്റ്റുഡിയോയുടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോഴാണ് ഇവൻ അടുത്ത് ചെന്നിട്ട് ഇവിടെ വെച്ചാണ് അപ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇവൻ ചോദിക്കുമ്പോൾ അവിടേക്കാണ് റാങ് വന്നിട്ട് വന്നെങ്കിൽ എന്നെ വിളിച്ചുകൂടെ എന്ന് പറഞ്ഞ് അവളെ വിളിച്ചോണ്ട് സ്റ്റുഡിയോയിലേക്ക് കയറി പോകും. എന്നിട്ട് ഇവിടെ ഹൊൻജാന്റെ കൂട്ടുകാരന്മാരായിട്ട് അവന്മാർ അസൈമിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ ചിന്ത ഫുള്ളും ഇപ്പൊ ബൻഹി അവന്റെ കൂടെ റൊമാൻസ് ഒക്കെ ചെയ്യുന്ന പോലെ ആയിരിക്കും. അതോടെ അവനും മൊത്തത്തിൽ ഇവിടെ അപ്സെറ്റ് ആയിരിക്കുമ്പോൾ ഇവന്റെ കൂട്ടുകാരന്മാരാണ് വിശക്കുവാണ് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ പറയും. അപ്പോഴാണ് അവനും ഈ ചാൻസ് യൂസ് ചെയ്ത് അവരെ ഡിസ്റ്റർബ് ചെയ്യാന്ന് പറഞ്ഞ് ഇവന് ഫുഡ് ഓർഡർ ചെയ്യാൻ തീരുമാനിക്കും. ഇതേ സമയം റാങ്ങും അവന്റെ ആർട്ടൊക്കെ ഇവളെ ചെയ്യാൻ പഠിപ്പിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇവർ തമ്മിൽ ചെറിയ റൊമാൻസ് ഒക്കെ വരുമ്പോഴാണ് അതേസമയം ഫുഡ് എത്തിയെന്ന് പറഞ്ഞ് ഡെലിവറി മാൻ അവിടേക്കൊന്ന് വെച്ചിട്ട് പോകും. അപ്പോഴാണ് ആ ഗ്യാപ്പിൽ കൂടെ ഹൊൻജയാണെന്ന് നോക്കിയിട്ട് സോറി മാൻ ഞാൻ അറിയാതെ ഇപ്പുറത്തെ സൈഡ് പറഞ്ഞു ഈ ഫുഡ് എന്റെ തന്നെ എന്നിട്ട് അവനും ഇവർ തമ്മിൽ വല്ല സംഭവിക്കുന്നത് നോക്കിയിട്ട് ആ ഫുഡ് എടുത്തോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം അവർ സംസാരിച്ചിട്ട് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇതാണ് അവിടെ നിന്ന് ഹൊൻജയും കാണും. അപ്പോഴാണ് അവന് സംശയത്തി സത്യത്തി ഈ റാങ് എന്ന പെങ്കൊച്ചിനോട് എന്തോ സംസാരിച്ചെന്നറിയാൻ വേണ്ടി ആ മൈക്ക് റെക്കോർഡ് ചെയ്തൊക്കെ അവനിപ്പോ കേട്ട് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവന് മനസ്സിലാവുന്ന ആ റാങ് ഒരു നമ്പർ 1 ഫ്രോഡ് ആണെന്ന്. അതോടെ അവനും ദേഷ്യത്തി നേരെ ബൻഹിയെ രക്ഷിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇതേ സമയം ഇവിടെ മറ്റേ റാങ്ങും അവളുടെ ഷൂ ലേസ് കെട്ടിക്കൊടുത്ത് കുറച്ച് റൊമാൻസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതീ ബൻഹി മൊത്തത്തിൽ വീഴുന്ന പോകുമ്പോഴാണ് കറക്റ്റ് അവിടേക്ക് ഹൊൻജ വന്നിട്ട് ഇവളെയും വിളിച്ചോണ്ട് പോകാൻ നോക്കും. അപ്പോഴാണ് അവളും ഇവൻ എന്തിനാ ഇപ്പൊ ഇവിടെ നിന്നറിഞ്ഞ് അവന്റെ കൈ തട്ടിക്കളയാൻ നോക്കുമ്പോൾ അവനാണ് നമുക്കിപ്പോ വീട്ടിൽ പോകാൻ ബൻഹി എന്ന് പറഞ്ഞ് അവളുടെ കൈ വിടത്തില്ല. അങ്ങനെ ഇതോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അതിനുശേഷം എന്തൊക്കെ സമയം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.